അമ്മു ഇതെന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ? പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങ. അമ്മ എനിക്ക് പേടിയമ്മ. ഞാൻ രാത്രി പ്രേതത്തിന് സ്വപ്നം കണ്ടത്. പ്രേതോ? നീ കണ്ട ഹൊറപ്പടമൊക്കെ കണ്ടിട്ടാ തോന്നണേ. പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. നമ്മുടെ വീടല്ലേ, നമ്മളെല്ലാ വാതിലും അടച്ച് എല്ലായിടം നോക്കിയിട്ടാ കിടക്കുന്നത്. പ്രേതവും ഇല്ല ഭൂതവും ഇല്ല. അതൊക്കെ വെറും കെട്ടുകഥയാണേ. കൊച്ചു പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. അമ്മ ഞാൻ കിടക്കാം, പക്ഷേ ഇല്ലേ എനിക്ക് ദാഹിക്കുക. എൻ്റെ പൊന്നമ്മു, നിനക്ക് എപ്പോഴും ബെഡ്റൂമിൽ കയറുമ്പോൾ വെള്ളം കൂടി. ഞാനിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലൊടിച്ച് തുണിയും തേച്ച് കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ വെള്ളം കുടിക്കണോ? എന്തൊരു കഷ്ടമാണ് അമ്മു. താഴ്ന്ന് വെള്ളം കുടിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്? എന്നാ ഞാൻ ഈ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചോട്ടെ. ഏത് ആ ഇരിക്കുന്ന വെള്ളം? അത് ഇന്നലെ അടച്ചു വെച്ചാർന്ന വെള്ളമല്ലേ അമ്മു. ഒട്ടും ഹൈജീൻ വേണ്ട കേട്ടോ. ഇന്നലത്തെ വെള്ളം ആരെങ്കിലും ഇന്ന് കുടിക്കുമോ? വൃത്തികേട്. അതെല്ലാം പ്രാണിയും ചാട്ടിട്ടുണ്ടാവും അടച്ചു വെച്ചെങ്കിൽ തന്നെ. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. എന്നും അല്ലെങ്കിൽ അമ്മന് ബെഡ്റൂമിൽ കയറുമ്പോൾ വെള്ളം കൂടി കൊള്ളാം. അതെന്നാന്നറിയോ? തൽക്കാലം മോനെ കപ്പിലെ വെള്ളം കുടിച്ചാൽ അതാ നല്ലേ. ഇനിയിപ്പം അത് കുടിച്ചു വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ ഹൈജീൻ നമുക്ക് വേണം. ഇത് കപ്പിലെ വെള്ളം നമ്മൾ അടച്ചു വെച്ചായിരുന്നല്ലേ, കുഴപ്പമില്ല. മാത്രമല്ല കിണറ്റിൽ തുറന്നു നടക്കുന്ന കിണറ്റിലെ വെള്ളമല്ലേ നമ്മൾ പച്ചവെള്ളമായിട്ട് കുടിക്കണേ. കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളം. പ്രാണിയും ചടി ഉണ്ടാവില്ല. ഞാൻ നല്ല സേഫായിട്ട് വെച്ചാ കുടിക്കട്ടാ.